നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിലെ ബഹുമാന്യരായ ജനപ്രതിനിധികൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ, പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തിരിക്കുന്നത് ഭരണകക്ഷിയിലെ ഒരു മന്ത്രിയാണ്. ഇവിടെ മാത്രം ലഭിക്കുന്ന അസാധാരണമായ ഒരു ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നു. ചേർന്നിരിപ്പാനും സംസാരിപ്പാനും ഒക്കെ കഴിയുന്ന ഒരു ബന്ധം ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്, അഭിമാനമാണ് അത് കാണുന്നത്. നല്ല സന്ദർഭമായതുകൊണ്ട് ഒരു കാര്യം, ദൈവസാന്നിധ്യത്തിലാണല്ലോ ഇരിക്കുന്നത്. ബഫർ സോണിൻ്റെ വിഷയത്തിൽ, കർഷകരുടെ കാര്യത്തിൽ ഇതുപോലെ ഇരുന്ന് ഞങ്ങളുടെ വിഷയം ഒന്ന് പരിഹരിച്ച് തരണമെന്നുള്ളത് എന്നേക്കാൾ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണെന്ന് അവർ പറഞ്ഞത് ഗൗരവമായി നിങ്ങൾ എടുക്കുന്നുണ്ടെന്നറിയാം. ഒരുമിച്ച് നിന്ന് കർഷകരുടെ മറ്റു വിഷയങ്ങൾ സെപ്പറേറ്റ് ചർച്ച ചെയ്തോ കുഴപ്പമില്ല, പക്ഷേ ഈ കാര്യത്തിൽ ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്ത് കർഷകരുടെ വിഷയം പരിഹരിച്ച് തരണമെന്ന് ഞാൻ നമ്മുടെ എല്ലാ നേതാക്കന്മാരോടും പൊതുസമൂഹത്തിലെ കർഷക കുടുംബങ്ങളുടെ പേരിൽ ആദരപൂർവ്വം അപേക്ഷിക്കുകയാണ്. സാധിച്ചു തന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ പരിപാടിക്ക് വിളിക്കത്തില്ല. അങ്ങനെയല്ലേ പിള്ളേർ പറയുന്നത്? പണക്കം വന്നു കഴിയുമ്പോൾ നിങ്ങളത് സാധിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരുമിച്ച് നിൽക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ശുശ്രൂഷയും സാന്നിധ്യത്തെയും ഞാൻ ഏറെ ആദരവോടെ കാണുന്നു. ബഹുമാന്യരായ നിങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ അംഗത്വവും പ്രവർത്തന പരിചയവും സമൂഹ സേവനവും ചെയ്യുന്നവരാണ്. അത് വിലമതിച്ച് കാണുന്ന ഒരു സഭയാണ് ഇത്. നിങ്ങൾക്കൊരുപാട് നന്മ ചെയ്യുന്നതിന് കഴിയും. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജനാധിപത്യപരമായ അവകാശം കൊണ്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിന് കഴിയും. അത് നിങ്ങൾ നിർവഹിക്കുന്നത് ഈ സമൂഹത്തിന് വേണ്ടിയാണ്. ചിലപ്പോൾ അതിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാം, പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കലാണ്. അധികാരം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നിങ്ങൾ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്നതിൽ പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികളായി നിങ്ങൾ ചെയ്യുന്ന സേവനത്തിന് ഈ പൊതുസമൂഹത്തിൻ്റെയും ഈ സഭയുടെയും ആദരവും നന്ദിയും സന്തോഷപൂർവ്വം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. പേരെടുത്ത് പറഞ്ഞാൽ ധാരാളം പേരുണ്ട്. ഈ പേരുകൾ ഇന്നെങ്കും അവസാനിക്കത്തില്ല. മാത്രവുമല്ല, മുൻഷിയോ തിരുമേനി പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ച് അദ്ദേഹം തിരിച്ചു പോകും. ദോ ദ ബുക്ക് ഈസ് സ്മോൾ, ലിറ്റർജി ഈസ് ലോങ്ങർ എന്നുള്ളത്.